إن الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. سأصليه سقر وما أدراك ما سقر لا تبقي ولا تذر لواحة للبشر عليها 19. ഏറ്റവും ബഹുമാനമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ലോകം ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം ഒരു ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ മാസങ്ങളിൽ ഒന്നിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അഥവാ റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് കഴിഞ്ഞാൽ പിന്നീട് ശഅബാൻ, പിന്നീട് റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം. അത് തന്നെയാണ് ആ മാസത്തിന്റെ പ്രത്യേകതയും. അഥവാ വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനും എല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന്റെ എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പരിശുദ്ധ മാസത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് കനിഞ്ഞരുളുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ പരിശുദ്ധ ഖുർആൻ? അള്ളാഹുവിന്റെ ഗ്രന്ഥം, അള്ളാഹുവിന്റെ ഖുർആൻ. ആ ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ ഖുർആനിനെ വെല്ലാവുന്ന യാതൊരു തരത്തിലുള്ള കൃതികളും 14 നൂറ്റാണ്ട് കാലമായി ഇന്ന് ലോകത്ത് വിരചിതമായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഖുർആൻ വെല്ലുവിളിക്കുന്നതാണ്. ഈ ഖുർആനിന്റെ തുല്യമായ ഒരു ഖുർആൻ നിങ്ങൾക്ക്, ഈ ഖുർആനിന്റെ സൂറത്തിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? നിങ്ങൾ നിങ്ങളുടെ ശുഹദാക്കളെ, നിങ്ങളുടെ സഹായികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ വിളിച്ചു നോക്കൂ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ ആ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും പരിശുദ്ധ ഖുർആനിന് തുല്യമായ ഒരു സൂറത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നത് നമുക്ക് കാണാം. അറബ് ലോകത്ത് നമുക്കറിയാം, ഈ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ടപ്പോ ഈ ഖുർആനിനെ വെല്ലുവാനും ഈ ഖുർആനിനെ വെല്ലുവിളിക്കുവാനും ഈ ഖുർആനിന്റെ തുല്യമായ ഒരു വാചകം, ഒരു വചനം കൊണ്ടുവരാനും കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു അറബികൾ. ആ അറബികളുടെ സമൂഹത്തിലെ ഏറ്റവും ഉന്നതനായ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാളായിരുന്നു വലീദ് ഇബ്നു മുഗീറ.
വലീദ് ഇബ്നു മുഈറ എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്ന ഒരു സംഭവം ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നൽ വലീദ് ഇബ്നുൽ മുഈറ ജാഅ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖറഅ അലൈഹിൽ ഖുർആന ഫകഅന്നഹു റഖ്ഖലഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വലീദ് ഇബ്നു മുഈറ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. അതോടെ വലീദിന്റെ മനസ്സ് ഒന്ന് ലോലമായി. വലീദിന്റെ മനസ്സ് ആ സന്ദർഭത്തിൽ അബൂ ജഹൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, നമുക്കറിയാമല്ലോ. ഫഅതാഹു ഫഖാല യാ അം ഇന്ന ഖൗമക യുരീദൂന അൻ യജ്മഉ ലക മാലൻ ലിയുഅ്തൂകഹു എന്ന് അദ്ദേഹത്തോട് പറയാൻ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ വലീദ് ഇബ്നു മുഈറയുടെ അടുക്കലേക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക്, അദ്ദേഹത്തിന്റെ കർണപുടത്തേക്ക് ആ മാസ്മരികമായ ശബ്ദം അദ്ദേഹം ശ്രവിക്കുകയാണ്. ഇത് അറിയുകയാണ് വലീദ് ഇബ്നു മുഈറ പോയതും വലീദ് ഇബ്നു മുഈറ ഈ പരിശുദ്ധ ഖുർആൻ കേട്ടതും ആ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സ് ലോലമായതും അറിഞ്ഞ അബൂ ജഹൽ വലീദ് ഇബ്നു മുഈറയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഇത് അറിഞ്ഞപാടെ അബൂ ജഹൽ വലീദിനെ കാണാൻ ചെന്നു. എന്നിട്ട് വലീദിനോട് പറഞ്ഞു, അങ്ങയുടെ ജനത അങ്ങേക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കൂട്ടുകയാണ്. അങ്ങയുടെ ജനത അങ്ങേക്ക് വേണ്ടി വലിയ സമ്പത്ത് ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലീദ് ഇബ്നു മുഈറ ചോദിച്ചു അബൂ ജഹലിനോട്, എന്തിനാണ് അബൂ ജഹലെ എനിക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അബൂ ജഹൽ പറഞ്ഞു, താങ്കൾക്ക് നൽകുവാൻ വേണ്ടിയാണ്. അതിശക്തമായ സാമ്പത്തികമായ ആ രൂപത്തിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ജനങ്ങൾ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അബൂ ജഹൽ വലീദ് ഇബ്നു മുഈറയോട് പറഞ്ഞു. നിങ്ങൾ മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെന്ന വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് വലീദ് ഇബ്നു മുഈറയോട് അബൂ ജഹൽ പറയുകയാണ്. അപ്പോൾ വലീദ് ഇബ്നു മുഈറ പറഞ്ഞു, അല്ലയോ അബൂ ജഹൽ, ഞാൻ വലിയ ഒരു സമ്പന്നനാണ് എന്ന് ഖുറൈശികൾക്ക് അറിയാമല്ലോ. ഞാൻ വലിയ സമ്പത്തിന്റെ ഉടമയാണ് എന്ന് ഖുറൈശികൾക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാണ് എനിക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? അഥവാ എനിക്ക് പണത്തിന് യാതൊരു ആവശ്യവുമില്ല. വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു വലീദ് ഇബ്നു മുഈറ. അപ്പോൾ അബൂ ജഹൽ പറഞ്ഞു, എങ്കിൽ മുഹമ്മദിനെ വെറുക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും മുഹമ്മദിനെ കുറിച്ച് നീ പറയണം. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആയാത്തുകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയും ആ ആയാത്തുകളിലേക്ക് ആളുകൾ പ്രവഹിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വലീദ് ഇബ്നു മുഈറ നിന്നെ പോലെയുള്ള ബുദ്ധിയുള്ള ആളുകൾ ആ മുഹമ്മദിന്റെ ഭാഗം ചേരുക എന്നുള്ളത് വലിയ പ്രയാസം സിദ്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നീ മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു പഴിവാക്ക് നീ പറയണം. എങ്കിൽ മുഹമ്മദിനെ വെറുക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു വാക്ക് നീ പറയണമെന്ന് വലീദ് ഇബ്നു മുഈറയോട് പറയാൻ. അപ്പോൾ വലീദ് ഇബ്നു മുഈറ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ്? അല്ലാഹുവാണേ സത്യം, അല്ലാഹുവാണേ സത്യം, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെക്കാൾ കവിത അറിയാവുന്ന ആരും തന്നെ ഇല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അറബി കവിത അറിയാവുന്ന ആരും തന്നെ, എന്നെക്കാൾ കവിത അറിയാവുന്ന ആരും തന്നെ ഖുറൈശികളുടെ കൂട്ടത്തിലില്ല, അറബികളുടെ കൂട്ടത്തിലില്ല. കവിതകളുടെ ഈണങ്ങളും താളങ്ങളും എന്നെ പോലെ അറിയാവുന്ന മറ്റൊരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. ജിന്നുകളുടെ കവിതകൾ പോലും അറിയുന്നവനാണ് ഞാൻ. അല്ലാഹുവാണേ സത്യം, മുഹമ്മദിൽ നിന്ന് ഞാൻ കേട്ടത് ഇതൊന്നുമല്ല. അല്ലാഹുവാണേ സത്യം, മുഹമ്മദിൽ നിന്ന് ഞാൻ കേട്ട വാക്കുകൾക്ക് ഒരു മാധുര്യമുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ അറബി വാചകങ്ങൾ ഒരു കവിതക്ക് ഒരിക്കലും തന്നെ, ഒരു കവിക്ക് ഒരിക്കലും തന്നെ പറയാൻ പറ്റിയ വാചകമല്ല. ഒരു സാഹിത്യകാരൻ ഒരിക്കലും ഉച്ചരിക്കാൻ പറ്റുന്ന സാധനമല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ മുഹമ്മദ് പറയുന്ന വാക്കുകൾക്ക് ഒരു മാധുര്യമുണ്ട്, അതിലൊരു ഒഴുക്കുണ്ട്. അതിന്റെ മുകൾ ഭാഗം ഫലം നിറഞ്ഞതാണ്, അതിന്റെ താഴ്ഭാഗം ശക്തമായ ഒഴുക്കുള്ളതാണ്. അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ മുകളിൽ മറ്റൊന്നും ഉയരുകയില്ല. അതിന്റെ താഴെയുള്ള എല്ലാറ്റിനെയും അത് തകർത്തു കളയുമെന്ന് വലീദ് ഇബ്നു മുഈറ എന്ന് പറയുന്ന അറബ് ലോകത്തെ വലിയ സാഹിത്യകാരനും അറബ് ലോകത്തെ വലിയ കവിയുമായിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ച അറബി പണ്ഡിതനായിരുന്ന വലീദ് ഇബ്നു മുഈറ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ ഒഴുക്കും, ഈ ഖുർആനിന്റെ ഭാഷയും, ഈ ഖുർആനിന്റെ ശബ്ദമായ താക്കീതുകളും, ഈ ഖുർആനിന്റെ ആയാത്തുകളും എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം കേട്ടു അബൂ ജഹലിനോടാണ് വലീദ് ഇബ്നു മുഈറ മറുപടി പറയുന്നത്.
ആ സന്ദർഭത്തിൽ അബൂ ജഹൽ പറഞ്ഞു, മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാതെ നിന്റെ ആളുകൾ നിന്റെ കാര്യത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറയാതെ, മുഹമ്മദിനെതിരെ എന്തെങ്കിലും ഒരു പഴിവാക്ക് പറയാതെ നിന്റെ ആളുകൾ നിന്നെ കുറിച്ച് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ആളുകളെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്, അബൂ ജഹൽ. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, എങ്കിൽ എന്നെ വിട്ടേക്കൂ, ഞാനൊന്ന് ചിന്തിക്കട്ടെ. അല്പനേരം ചിന്തിച്ച ശേഷം വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, ഇത് ഒരു സിഹറാണ്. അഥവാ അയാൾ അംഗീകരിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾക്ക് മുമ്പിൽ അങ്ങേയറ്റം പരാജിതനായി ഇതൊരു കവിക്ക് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞയാൾ, ഒരു സാഹിത്യകാരന് പറയാൻ കഴിയില്ലെന്ന് പറഞ്ഞയാൾ, ഇത് ഏകനായ റബ്ബിന്റെ വചനമാണെന്ന് ഒരിക്കൽ അംഗീകരിച്ച വലീദ് ഇബ്നു മുഗീറ അവസാനം പറയുകയാണ്, ഇത് ഒരു സിഹറാണ്, ആരോ സിഹർ ചെയ്ത സ്വാധീനമാണ്. ഈ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഹാക്കിം റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ പറയുകയാണ്, ദർനി വമൻ ഖലഖതു വഹീദ എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഈ വലീദ് ഇബ്നു മുഗീറയുടെ കാര്യത്തിലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് വലീദ് ഇബ്നു മുഗീറ? ഖുറൈശി ഗോത്രത്തിൽ അഥവാ ഖുറൈശി ഗോത്രത്തിൽ ബനൂ മഖ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ് ഇബ്നു മുഗീറ. ഖുറൈശി ഗോത്രത്തിലാണ് അയാൾ ജനിക്കുന്നത്. ബനൂ മഖ്സൂം ശാഖയിലാണ് അയാളുടെ കുനിയത്തുള്ളത്, അയാളുടെ കുടുംബ പാരമ്പര്യമുള്ളത്. അതുപോലെ തന്നെ വമ്പിച്ച ധനാഢ്യനുമായിരുന്നു വലീദ്. വളരെയധികം കച്ചവടങ്ങളും കൃഷി ഇടങ്ങളും ആ വലീദ് ഇബ്നു മുഗീറക്കുണ്ടായിരുന്നു. മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങളും അനേകായിരം കുതിരകളും അതുപോലെ തന്നെ ഒരുപാട് അടിമകളും വമ്പിച്ച സമ്പത്തുകൾ വേറെയും വലീദ് ഇബ്നു മുഗീറക്കുണ്ടായിരുന്നു. പ്രാപ്തനും ശക്തരുമായ 8-10 ആൺമക്കൾ വലീദ് ഇബ്നു മുഗീറക്കുണ്ടായിരുന്നു. 8-10 ആൺമക്കൾ ഉണ്ടായിരുന്നു വലീദ് ഇബ്നു മുഗീറക്ക്. അവരിൽ മഹാനായ ഖാലിദ് ഇബ്നു വലീദ്, മഹാനായ ഹിശാം ഇബ്നു വലീദ്, മഹാനായ ഉമാറത്ത് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവർ 3 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ അഥവാ സുഖസമ്പൂർണവും ഉന്നത നിലവാരത്തിലുള്ളതുമായിരുന്നു വലീദ് ഇബ്നു മുഗീറയുടെ ജീവിതം എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. തന്റെ പേരും പ്രശസ്തിയും നിമിത്തം ഖുറൈശികൾ അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നത് റൈഹാനത്തു ഖുറൈശ്, ഖുറൈശികളുടെ വാസനച്ചെടി എന്നാണ്. റൈഹാനത്തു ഖുറൈശ് എന്നായിരുന്നു വലീദ് ഇബ്നു മുഗീറയെ അവർ ആദരപൂർവ്വം വിളിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും അതികഠിനമായ ശത്രുവായി വലീദ് ഇബ്നു മുഗീറ മാറുകയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ ആദ്യം പരിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങൾ കേട്ടപ്പോ ഇത് ഒരിക്കലും തന്നെ ഒരു കവിയുടെ നാവിൽ നിന്ന് വരുന്ന വാചകമല്ല, ഒരു സാഹിത്യകാരന്റെ നാവിൽ നിന്ന് വരുന്ന വാചകമല്ല എന്ന് അംഗീകരിച്ച വലീദ് ഇബ്നു മുഗീറ ആ സത്യത്തെ നിഷേധിക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. വലീദ് ഇബ്നു മുഗീറയുടെ കാര്യത്തിലാണ് ഈ വചനങ്ങൾ അഥവാ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ അവതരിച്ചതെങ്കിലും സത്യത്തോട് ധിക്കാരം കാണിച്ചവരും അല്ലാഹുവോടും അവന്റെ ദൂതനോടും എതിർത്തും ഏറ്റുമുട്ടിയും പോരാടുന്നവരും ഈ ആയത്ത് ബാധകമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വലീദ് ഇബ്നു മുഗീറയെ ആക്ഷേപിച്ചുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഹീയുമായി പറഞ്ഞയക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. ആ ആയത്തുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശേഷം നാം അറിയുന്നത്. നോക്കൂ നിങ്ങൾ, ദർനി വമൻ ഖലഖതു വഹീദ, എന്നെയും ഞാൻ ഏകനായി കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തനെയും വിട്ടേക്കുക. പരിശുദ്ധ ഖുർആൻ പറയാൻ, അഥവാ പരിവാരങ്ങളോ സമ്പത്തോ മറ്റൊന്നും തന്നെ ഇല്ലാതെ ഏകനായി ഞാൻ അവനെ സൃഷ്ടിച്ചു, ഇപ്പോഴും ഞാൻ അവനെ സംരക്ഷിക്കുകയും ആവശ്യമായത് നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആവശ്യമായത് നൽകുകയും നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ വചനങ്ങൾ ധിക്കരിക്കുന്നവർ, ആ അല്ലാഹുവിന്റെ വചനങ്ങളെ കളവാക്കുന്നവർ, വജഅൽതു ലഹു മാലൻ മംദൂദ, അവന് ഞാൻ സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു, അവന് നാം സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്ന വലീദ് ഇബ്നു മുഗീറയെ കുറിച്ചാണ്. നോക്കൂ, അവന് ഞാൻ സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു അഥവാ ധാരാളം സമ്പത്തിന്റെ ഉടമയാക്കി വലീദ് ഇബ്നു മുഗീറയെ മാറ്റി. ധാരാളം നിഅമത്തുകൾ വലീദ് ഇബ്നു മുഗീറക്ക് അല്ലാഹു നൽകി. വബനീന ശുഹൂദ, സന്നദ്ധരായി നിൽക്കുന്ന സന്തതികളെയും
8-10 ആൺമക്കളെയും അതുപോലെ അവന്റെ സഹായത്തിന് വേണ്ടി ഒരുപാട് ആൺമക്കളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് നൽകി. അത് നൽകിയത് അവന്റെ ഏതെങ്കിലും കുലദൈവങ്ങളല്ല, അത് നൽകിയത് അവന്റെ ഏതെങ്കിലും ആരാധ്യന്മാരല്ല, മറിച്ച് അത് നൽകിയത് അല്ലാഹുവാണ്. സന്നദ്ധരായി നിൽക്കുന്ന സന്തതികളെയും നാം അവന് നൽകി എന്നാണ്. എപ്പോഴും അവന്റെ അടുക്കൽ ഹാജരായി നിൽക്കുകയും അവരെ കൊണ്ട് അവൻ സന്തോഷിക്കുകയും ആവശ്യങ്ങൾ നിർവഹിക്കുകയും സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നല്ല ആൺമക്കളെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് നൽകി. നോക്കൂ, നിങ്ങൾ അല്ലാഹു നൽകിയ ഓരോ നിഅമത്തുകൾ അല്ലാഹു എടുത്തു പറയുകയാണ്. നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള നിഅമത്തുകൾ അല്ലാഹു ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരത്തിലുള്ള നിഅമത്തുകൾ ചെരിഞ്ഞു തന്നവരാണ്. ഞാനും നിങ്ങളും ഇന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവന് ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. നല്ല രൂപത്തിലുള്ള സൗകര്യങ്ങൾ അവന് നാം ചെയ്തു കൊടുത്തു. ഇഹലോകത്ത് അതിന് വേണ്ട വഴികൾ ഉണ്ടാക്കി കൊടുക്കുകയും അവന്റെ ആവശ്യങ്ങൾക്ക് കഴിയുകയും അവൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും നേടുകയും അവൻ ചെയ്തു. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവന് നേടാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും സബബായി കാരണങ്ങളായി പലതും അവന് നാം നൽകി. എന്നിട്ടോ അവൻ ചെയ്തതെന്താണ്? പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവൻ മോഹിക്കുന്നു. പിന്നെയും അവൻ കൈനീട്ടുന്നത് ആരിലേക്കാണ്? അവൻ അബൂജഹലിനോട് പറഞ്ഞപ്പോഴും അവൻ സത്യമിട്ടത് ആരെ കൊണ്ടാണ്? അല്ലാഹുവിനെ കൊണ്ട് സത്യമിട്ടുകൊണ്ടാണ് അവൻ പറയുന്നത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അബൂജഹലിനോട് സംസാരിക്കുന്നത്. അല്ലാഹുവിൽ അവന്റെ വിശ്വാസമുണ്ട്. അത് നൽകുന്നവൻ അല്ലാഹുവാണ്. റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. അവന് സമ്പത്ത് നൽകുന്നവൻ അല്ലാഹുവാണെന്നവന് വിശ്വാസമുണ്ട്. അവന് ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ കൈനീട്ടുന്നത് അല്ലാഹുവിലേക്കാണ്, റബ്ബിനോടാണ് അവൻ ചോദിക്കുന്നത്. എന്നിട്ടും അല്ലാഹുവിന്റെ അഥവാ പരലോക സുഖാനുഗ്രഹങ്ങളിൽ നിന്നും ഇഹലോകത്ത് ലഭിച്ചതുപോലെ ലഭിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, ഇഹലോകത്ത് ലഭിച്ചതുപോലെ പരലോകത്തും ലഭിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അവൻ ആശിക്കുന്നത് പോലെയല്ല കാര്യം. അവന്റെ താല്പര്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വിപരീതമായാണ് സംഭവിക്കുക. അതാണ് അല്ലാഹു പറയുന്നത്. ഇഹലോകത്ത് കിട്ടിയതുപോലെ പരലോകത്തും കിട്ടണം എന്ന് ഇത്തരക്കാർ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ, അല്ലാഹുവിന്റെ തീരുമാനങ്ങളെ, അല്ലാഹുവിന്റെ ആയാത്തുകളെ ധിക്കരിക്കുന്ന ആളുകളും ആഗ്രഹിക്കുകയാണ് പരലോകത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന്. ഈ ദുനിയാവിൽ കിട്ടിയതുപോലെ തന്നെ പരലോകത്തും എനിക്ക് കിട്ടണം. ഈ ദുനിയാവിലെ വീട് പോലെ പരലോകത്തും എനിക്ക് വീട് ലഭിക്കണം. ഈ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ പോലെ പരലോകത്തും എനിക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കണം എന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് കാര്യമുണ്ടോ? അവന്റെ താല്പര്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും വിപരീതമായാണ് സംഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അല്ലാഹു പറയുന്നു, കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദാ. അല്ലാഹു പറയാണ്, അല്ല, തീർച്ചയായും അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട്, നമ്മുടെ ആയാത്തുകളോട് മാത്സര്യം കാണിക്കുന്നവനാണ്. അവൻ നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്നവനാണ്. ആ ആയാത്തുകൾ പ്രവാചകൻ ഓതിക്കൽപ്പിച്ചപ്പോ ആ ആയാത്തുകളെ പച്ചക്ക് നിഷേധിച്ചവനാണ് അവൻ. കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദാ. അവൻ അല്ലാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ചവനാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറും കാണിക്കാതിരിക്കുകയും അല്ലാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവും സ്വീകരിക്കുകയും ചെയ്യുന്നതിനാൽ അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻ ചുരത്തിൽ അവനെ നിർബന്ധിച്ച് കയറ്റുക തന്നെ ചെയ്യുമെന്നും അല്ലാഹു അറിയിക്കുകയാണ്. അതാണ് അല്ലാഹു തുടർന്നുള്ള ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. പ്രയാസമുള്ള ഒരു കയറ്റം കയറാൻ നാം വഴിയെ അവനെ നിർബന്ധിക്കുന്നതാണ്. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ആളുകളുടെ ഇഷ്ടവും നേതൃസ്ഥാനവും നിലനിർത്തുവാൻ വേണ്ടി അവൻ ചെയ്ത കൃത്രിമമായ അഭിനയങ്ങളെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ വചനങ്ങളിലൂടെ നമ്മളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ മനസ്സിൽ വിശ്വാസമില്ല, അവന്റെ മനസ്സിൽ നിറച്ചു നിഫാഖാണ്. അല്ലാഹുവിനുള്ള യഥാർത്ഥ വിശ്വാസം അവനില്ല. എന്നാൽ അവന്റെ സ്ഥാനങ്ങൾ,
സമൂഹത്തിൽ അതാണല്ലോ അബൂ ജഹൽ ചോദിച്ചത്, നിന്റെ ആളുകൾ നിന്നെ പഴി പറയാതിരിക്കാൻ മുഹമ്മദിനെ കുറിച്ച് നീ പഴിവാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, അവൻ പറഞ്ഞു, എന്താണ് അവൻ പറഞ്ഞത്? ഇത് സിഹ്റാണ്, ഇത് മാരണമാണ് എന്നവൻ പറഞ്ഞു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്തിനാണ് അവന്റെ മനസ്സാക്ഷി അവൻ വഞ്ചിച്ചത്? അവന്റെ മനസ്സാക്ഷിയിൽ അവൻ യഥാർത്ഥത്തിൽ അവൻ അറിഞ്ഞതും അതുപോലെ തന്നെ മനസ്സിലാക്കിയതും ഇത് സിഹറല്ല, ഇതൊരു മനുഷ്യന്റെ വചനമല്ല, ഇതൊരു മനുഷ്യന്റെ വചനമായി കാണാൻ എനിക്ക് കഴിയില്ല. കാരണം കവിതകൾ, എല്ലാ തരത്തിലുള്ള കവിതകളും ഞാൻ വായിച്ചിട്ടുണ്ട്, എല്ലാ രൂപത്തിലുള്ള സാഹിത്യങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്, അത്ര അറിവുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു സാഹിത്യകാരന്റെ നാവിലൂടെ പറയുന്ന, ഒരു കവിയുടെ നാവിലൂടെ പറയുന്ന വർത്തമാനമല്ല എന്നെനിക്ക് ബോധ്യമുണ്ട് എന്ന മനസ്സാക്ഷിയെ അവൻ തന്റെ ജനങ്ങൾക്ക് വേണ്ടി വഞ്ചിക്കുകയാണ്. തന്റെ ജനങ്ങൾ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നോർത്തുകൊണ്ട് അവൻ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അവൻ പറഞ്ഞു ഇന്നഹു ഫക്കറ വഖദ്ദർ, തീർച്ചയായും അവനൊന്ന് ചിന്തിച്ചു. അബൂ ജഹൽ പറഞ്ഞല്ലോ, ആ സന്ദർഭത്തിൽ വലീദ് ഇബ്നു മുഗീറ അവൻ ചിന്തിച്ചു. എന്ത്? ഇന്നഹു ഫക്കറ വഖദ്ദർ, അവനൊന്ന് കണക്കാക്കുകയും ചെയ്തു, ഒന്ന് ഖദർ വെക്കുകയും ചെയ്തു, ഒന്ന് കണക്കാക്കുകയും ചെയ്തു അവൻ. എന്നിട്ടോ ഫഖുതില കൈഫ ഖദ്ദർ, അതിനാൽ അവൻ നശിക്കട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? അവന്റെ സ്വന്തത്തെ കുറിച്ച് അവൻ കണക്കാക്കി, അഥവാ അവന്റെ സ്വന്തം കാര്യം അവൻ ചിന്തിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തീർച്ചയായും അവനൊന്ന് ചിന്തിച്ചു, അവനൊന്ന് കണക്കാക്കുകയും ചെയ്തു. അവൻ അവന്റെ സ്വന്തത്തിന് വേണ്ടി, അഥവാ നാളെ പരലോകം അവൻ ഓർക്കില്ല, ഖബർ ജീവിതം അവൻ ഓർക്കില്ല, മഹ്ശറ അവൻ ഓർക്കില്ല, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ മനസ്സിലേക്ക് വന്നില്ല. മറിച്ച് അവൻ ചിന്തിച്ചത് എന്താണ്? അവന്റെ ഇന്നഹു ഫക്കറ വഖദ്ദർ, അവൻ അവന്റെ സ്വന്തത്തെ കുറിച്ച് മാത്രമാണ്, അവന്റെ കാര്യത്തെ കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിച്ചത്. ഫഖുതില കൈഫ ഖദ്ദർ, അതിനാൽ അവൻ നശിക്കട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? അവൻ ചിന്തിച്ചു അവന്റെ കാര്യത്തിൽ. അത് ഖുർആനിനെ നിരർത്ഥകമാക്കുന്ന ഒരു പ്രസ്താവന പറയാൻ ആയിരുന്നു അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയത്. ഞാൻ ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അബൂ ജഹലിനോട് പറഞ്ഞല്ലോ. ആ ആലോചനയിൽ അവന് എന്താണ് തോന്നിയത്? ഖുർആനിനെ കുറിച്ച് പഴിവാക്ക് പറയുക, പരിശുദ്ധ ഖുർആൻ നിഷേധിക്കുക എന്നതായിരുന്നു അവന്റെ മനസ്സിൽ ഓടി വന്നത്. അതവൻ പറയുകയും ചെയ്തു. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും അവൻ നശിക്കട്ടെ. എങ്ങനെയാണ് അവൻ കണക്കാക്കി? നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ ശപിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആനിനെ, അവന്റെ ആയാത്തുകളെ നിഷേധിക്കുന്ന മുഴുവൻ ആളുകളെയും വലീദ് ഇബ്നു മുഗീറയെ ശപിച്ചതുപോലെ അല്ലാഹു ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതാണ്. അതാണ് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ ഒരുപാട് വിധിവിലക്കുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിധിവിലക്കുകൾ ഓരോന്നും നമ്മൾ പുറങ്കാല് കൊണ്ട് നമ്മൾ ചവിട്ടി മതിക്കുമ്പോൾ വലീദ് ഇബ്നു മുഗീറയോട് പറഞ്ഞ പോലെ അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കും, ഫഖുതില കൈഫ ഖദ്ദർ, അവൻ നശിക്കുക തന്നെ ചെയ്യും. സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും അല്ലാഹു പറഞ്ഞു രണ്ടാമതും ഫഖുതില കൈഫ ഖദ്ദർ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. അവൻ നശിക്കട്ടെ, അവൻ നശിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു. വീണ്ടും ഖുർആൻ അടുത്ത ആയത്തിൽ പറഞ്ഞു സുമ്മ ഖുതില കൈഫ ഖദ്ദർ, വീണ്ടും അല്ലാഹു പറയാണ് അവൻ നശിക്കട്ടെ. സുമ്മ നബർ, പിന്നീട് അവനൊന്ന് നോക്കി, അഥവാ ഈ വലീദ് ഇബ്നു മുഗീറ അവനൊന്ന് നോക്കി, അതായത് പറയേണ്ടത് എങ്ങനെയാണ് എന്നവൻ പറഞ്ഞ സന്ദർഭം, അവനൊന്ന് നോക്കിയ സന്ദർഭം. സുമ്മ അദ്ബറ വസ്തക്ബർ, പിന്നെ അവൻ പിന്നോട്ട് മാറുകയും കിബിറിനാൽ അഹങ്കാരത്താൽ അല്ലാഹുവിന്റെ ആയാത്തുകളെ അവൻ നിഷേധിക്കുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്തിരിയുകയും വാക്കിലും വിജ്ഞാനത്തിലും ചിന്തയിലുമുള്ള അവന്റെ പരിശ്രമങ്ങളുടെ ഫലമായുള്ള അഹങ്കാരം അവനെ നാനാവശത്തുകൂടി ബാധിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുക്തർ, ആ സമയത്ത് അവൻ പറഞ്ഞു, അവൻ ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞു ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുക്തർ, എന്നിട്ട് അവൻ പറഞ്ഞു ഇതിൽ ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സിഹറല്ലാതെ മറ്റൊന്നുമല്ല എന്നവൻ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു പോയി. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല.
അവന്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്ന വലീദ് ഇബ്നു മുഈറ ആ ഖുർആൻ ആദ്യമായി അങ്ങ് കേട്ടപ്പോ ആ ഖുർആനിന്റെ മാസ്മരികതയിൽ അങ്ങ് ലയിച്ചതിന് ശേഷം അബൂജഹൽ അവനെ കാണാൻ വന്നപ്പോഴും അബൂജഹലിനോട് പറഞ്ഞത്, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു കവിയുടെ വാക്കല്ല, ഇതൊരു സാഹിത്യകാരന്റെ വാക്കല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തന്നെ പറയുകയാണ്, ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സിഹറാണ്, ഇത് മാരണമാണ് എന്നവൻ പറഞ്ഞു. ഇത് അല്ലാഹുവിന്റെ വചനങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ വാക്കുകളാണ്. മാത്രവുമല്ല നല്ല മനുഷ്യന്റെ വാക്കുകൾ പോലുമല്ല, മറിച്ച് മാരണക്കാരനും വ്യാജവാദിയുമായ കള്ളനുമായ ആളുടെ വാക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഴിവാക്ക് പറഞ്ഞു. ആര്? വലീദ് ഇബ്നു മുഈറ എന്ന് ചരിത്രത്തിൽ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ ഈ വ്യാജവാദിക്ക് ധൈര്യം വന്നത് എങ്ങനെയാണ്? പാഠം നൽകുന്ന കഠിനമായ ശിക്ഷയല്ലാതെ ഇവൻ എന്താണ് അവകാശപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, സഖുസുലീഹി സഖർ വമാ അദറാക മാ സഖർ ലാ തുദ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ തിസ്അത അശർ. അല്ലാഹു പറയുകയാണ്, വഴിയെ ഞാൻ അവനെ സഖറിൽ നരകത്തിൽ വിട്ട് എരിക്കുന്നതാണ്. വമാ അദറാക മാ സഖർ. എന്നിട്ട് റസൂലുള്ളാഹിയോട് അല്ലാഹു ചോദിക്കുകയാണ്, സഖർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ മുഹമ്മദേ? സഖർ എന്താണെന്ന് നിനക്കറിയാമോ മുഹമ്മദേ? ലാ തുദ്ഖി വലാ തദർ, അത് ഒന്നും ബാക്കിയാക്കുകയോ വിട്ടുകളയുകയോ ഇല്ല. ലവാഹത്തുൽ ലിൽ ബശർ, അത് മനുഷ്യന്റെ തൊലിയെ കരിച്ച് രൂപം മാറ്റിക്കളയുന്ന കഠിന കഠോരമായ നരകമാണ്. അലൈഹാ അതിൽ 19 നരകത്തിന്റെ കാവൽ നിൽക്കുന്ന 19 മലായികത്തുകളുണ്ട്. കഠിന ഹൃദയരായ മേൽനോട്ടത്തിന് 19 പേരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ആയാത്തുകളെ ധിക്കരിക്കുന്നവൻ നാളെ കടക്കാൻ പോകുന്നത് സഖറിലാണ്. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ. ഒരിക്കലും തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ആയാത്തുകളെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കുകയും അത് മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്ന് സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലീദ് ഇബ്നു മുഈറയുടെ കാര്യത്തിൽ ഇറങ്ങിയ കാര്യമാണെങ്കിലും വലീദ് ഇബ്നു മുഈറയുടെ വിഷയത്തിൽ ഇറങ്ങിയ കാര്യമാണെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴിയെ വരുന്ന ആളുകൾ കൂടി ബാധകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതാണ്, നിങ്ങൾ നോമ്പ് നോക്കണം, റമദാനിൽ നിങ്ങൾ നോമ്പ് നോക്കണം, അതുപോലെ തന്നെ നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ കളവ് പറയരുത്, വഞ്ചന കാണിക്കരുത്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുടെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ്. ഓരോ നമസ്കാരവും ഉപേക്ഷിക്കുമ്പോ, ഓരോ നമസ്കാരവും നമ്മൾ വിട്ടുകടന്നു പോകുമ്പോ, അതിനോട് യാതൊരു തരത്തിലുള്ള ഗാംഭീര്യവും നമ്മൾ കാണിക്കാതെ പോകുമ്പോ അല്ലാഹുവിന്റെ നിരവധി ആയാത്തുകളെയാണ് ഞാനും നിങ്ങളും നിഷേധിച്ച് തള്ളുന്നത്. അല്ലാഹുവിന്റെ ഓരോ വചനങ്ങളെയുമാണ് ഞാനും നിങ്ങളും നിഷേധിച്ച് തള്ളുന്നത്. അവന് കടക്കാനുള്ള സഖർ എന്ന് പറയുന്ന വമ്പിച്ച കഠിന കഠോരമായ ശിക്ഷയുള്ള വമ്പിച്ച കഠിന കഠോരമായ നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ് അവൻ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഗാംഭീര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ അല്ലാഹു ചോദിക്കുന്നത്, വമാ അദ്റാക മാ സഖർ. സഖർ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ മുഹമ്മദ്? ലവാഹത്തുൽ ലിൽ ബശർ, അത് മനുഷ്യന്റെ തൊലിയെ ഉരിച്ചു കളയുന്നതാണ്. അവന്റെ തൊലിയെ അങ്ങ് കരിച്ചു കളയുന്ന, രൂപം മാറ്റിക്കളയുന്ന രൂപത്തിലുള്ള തീയാണത്, നാറാണത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും
അവന്റെ വചനങ്ങളും അവന്റെ ആയാത്തുകളും കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ത്വരിതപ്പെടുത്തുകയും നന്നാക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ അർത്ഥത്തിലും അവനിലേക്ക് വഴിപ്പെടുന്ന, അവനിലേക്ക് അവന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ഓർമ്മയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. റജബ് മാസം, ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ തന്നെ റജബ്, മുഹറം, ഈ 4 മാസങ്ങൾ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മാസമാണ്. ആ മാസത്തിന്റെ ഹുർമാത്തുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും പരിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, മുനീബീന ഇലൈഹി വത്തഖൂ അഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. അവങ്കലേക്ക്, അല്ലാഹുവിലേക്ക് മനസ്സ് മടങ്ങിയവരായ നിലയിൽ അതിനെ അവലംബിച്ചു കൊള്ളുക, അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക. നിങ്ങൾ മുശ്രിക്കുകളുടെ അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യരുത്. മുനീബീന ഇലൈഹി വത്തഖൂ, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും വത്തഖൂ, സൂക്ഷ്മത പാലിക്കുകയും തഖ്വ ഉള്ളവരായിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ ഉടനെ അല്ലാഹു പറഞ്ഞു, വഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഉപേക്ഷ വരുത്താതിരിക്കുക. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടുകയും ചെയ്യരുത്. തൗഹീദിന്റെ ആളുകൾക്ക് മാത്രമാണ് തഖ്വ പാലിക്കുവാനും നമസ്കാരത്തെ നിലനിർത്തുവാനും സാധിക്കുകയുള്ളൂ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയാൻ. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശീഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അല്ലാഹു പറഞ്ഞു, തങ്ങളുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും പല കക്ഷികളായി തീരുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ആകരുത് നിങ്ങൾ. ഓരോ സംഘവും തങ്ങളുടെ പക്കലുള്ളതിൽ ആഹ്ലാദം കൊള്ളുന്നവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തൗഹീദ് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല നിലയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളും അതുപോലെ തന്നെ ദമ്പുകളുമെല്ലാം ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ.